മകീര നക്ഷത്രക്കാർ പൊതുവെ നല്ല റെസ്റ്റ് എടുക്കാത്ത ഒരു മൈൻഡാണ്. എപ്പോഴും ഓരോന്ന് സെർച്ച് ചെയ്യുന്ന ഒരു മോഡാണ്. നല്ല ഇൻ്റലിജൻ്റ് ആണ്. നല്ല ക്യൂരിയോസിറ്റി നന്നായിട്ടുണ്ട്. സംസാരത്തിൽ നല്ല ചാമാണ്. പക്ഷെ പെട്ടെന്ന് മനസ്സ് മാറുന്ന ഒരു ടൈപ്പാണ്. നിങ്ങൾക്ക് പ്രണയത്തിൽ കൺഫ്യൂഷനും ഉണ്ടാവും. കമ്മിറ്റ്മെൻറ്റും നല്ല ഡിലേ ആവും. ഒരു കാര്യത്തിൽ തന്നെ കുറേ കാലം പിടിച്ചു നിൽക്കാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. പുതിയ ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ലോൺലിനെസ്, അതായത് ഒറ്റപ്പെടൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് അനുഭവപ്പെടും. പക്ഷേ അത് സാരിയാക്കണ്ട. അത് നിങ്ങളെ എന്തായാലും വളർത്തുക തന്നെ ചെയ്യുള്ളൂ. നിങ്ങൾ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ജനുവരി മാസത്തിൽ നിങ്ങൾ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക വെച്ചാൽ, മാനസികമായിട്ട് നിങ്ങൾക്കൊരു റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഒരു ഡിസിഷൻ എടുത്തു, പക്ഷെ അത് ഡൗട്ടിലാണ് നിൽക്കുന്നത്. സ്ലീപ്പ് പാറ്റേണിൽ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാവും. കരിയറിലാണെങ്കിലും വർക്കിലാണെങ്കിലും ഡയറക്ഷനിൽ എന്തായാലും കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. മൾട്ടിപ്പിൾ പ്ലാൻസ് നോൺ സ്റ്റേബിളായിട്ട് തന്നെ ഉണ്ടാവും. ഇത് തന്നെയാണോ എൻ്റെ വഴി എന്നൊരു ഡൗട്ടൊക്കെ നിങ്ങൾക്കുണ്ടാവും. സാമ്പത്തികപരമായിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ കറക്റ്റായിട്ട് വരുന്നില്ല എന്നൊരു ഫീലിങ്സും എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ചെറിയ ഗെയിൻ ഉണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് തന്നെ എക്സ്പെൻസും ഉണ്ടായി. സേവിങ്സ് ഡിസിപ്ലിൻ എന്തായാലും നല്ല രീതിയിൽ ബ്രേക്കായി. റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് തുടങ്ങും, പെട്ടെന്ന് ഓഫ് ആവും, പിന്നെ ഓണാവും, പിന്നെ ഓഫ് ആവും. ഇങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. മിക്സഡ് സിഗ്നൽസ് ആണ്. അട്രാക്ഷൻ ഉണ്ട്, പക്ഷെ ഒരു ക്ലാരിറ്റി കറക്റ്റ് ഇല്ല. കഴിഞ്ഞ ജനുവരി മാസത്തിൽ മൈൻഡ് നല്ല ഫാസ്റ്റാണ്, പക്ഷേ ജീവിതം നല്ല സ്ലോ ആയിരുന്നു. ഫ്രസ്ട്രേഷൻ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഫെബ്രുവരി മാസത്തിൽ അങ്ങനെയല്ല. ഫെബ്രുവരി മാസത്തിൽ ഫോക്കസ് കുറച്ച് കൂടും. ഒരു ക്ലിയർ ഡയറക്ഷൻ എന്തായാലും നിങ്ങൾക്ക് വഴി കാട്ടും. ആങ്സൈറ്റി എന്തായാലും കുറച്ച് കമ്മിയാവും, പക്ഷേ ഫെബ്രുവരി 10 ശേഷം കമ്മിയാവുള്ളൂ. നിങ്ങളുടെ ഒരു കീ ലെസൺ പറയുന്നത് എവറിത്തിങ് ഈസ് നോട്ട് ഫോർ എവരി വൺ എന്നൊരു വിചാരമുണ്ട്. എല്ലാം എല്ലാവർക്കും ഉള്ളതല്ല എന്നുള്ളൊരു വിചാരം നിങ്ങൾക്കും വേണം. ഞാൻ എല്ലാവർക്കും ആവശ്യമില്ല എന്നതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. കരിയർപരമായിട്ട് ജോബ്പരമായിട്ട് നോക്കുകയാണെങ്കിൽ ചെറിയൊരു ട്രാവൽ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇൻ്റർവ്യൂ ചാൻസ് പുതിയതുണ്ട്. പുതിയ ഓപ്പർച്യൂണിറ്റി, റോൾ ചേഞ്ച് തോട്ടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഫ്രീലാൻസ് ആണെങ്കിലും ചെറിയ ഇൻകോ ഐഡിയാസൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഫെബ്രുവരി അവസാനം നിങ്ങൾക്ക് എന്തായാലും ക്ലാരിറ്റി വരും. നിങ്ങൾക്കൊരു അഡ്വൈസ് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ചാടിക്കളിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. ഒരു തവണ മാത്രമേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകം എന്തായാലും മെല്ലെ സ്ലോ ആയിട്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്യും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ചെറിയ ഗെയിൻസ് നിങ്ങൾക്കുണ്ടാവും. എക്സ്പെൻസ് കൺട്രോൾ എന്തായാലും നിങ്ങൾ ചെയ്യണം. ഫെബ്രുവരി 18 ശേഷം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് സ്റ്റെബിലിറ്റി ഉണ്ടാവും. പ്രണയത്തിലാണെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു ക്ലാരിറ്റി വരും. ഒരു ഡീപ്പ് കോൺവെർസേഷനും ഉണ്ടാവും. ഡീപ്പ് കണക്ഷൻ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. സിംഗിൾ ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് അട്രാക്ഷൻ എന്തായാലും ഉണ്ടാവും. കപ്പിൾസ് ആണെങ്കിൽ ഓണസ്റ്റ് ടാക്ക് ഉണ്ടാവും. ഓണസ്റ്റ് ആയിട്ടുള്ള സംസാരത്തിൽ എന്തായാലും ഇഷ്യൂസൊക്കെ സോൾവ് ആവും. വാലിഡേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫ്ലർട്ട് ചെയ്യാൻ പോകരുത്. നിങ്ങൾ മിണ്ടാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ബിസിനസ് വരെ നോക്കുകയാണെങ്കിൽ മീഡിയ, സെയിൽസ്, ഡിജിറ്റൽ, ടീച്ചിങ്, ട്രാവൽ റിലേറ്റഡ് ഉള്ളവർക്കൊക്കെ ഫെബ്രുവരി പ്ലാൻ ചെയ്യണത്, എക്സിക്യൂട്ട് ചെയ്യണത് നിങ്ങൾക്ക് സക്സസ് ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി നന്നായിട്ട് തന്നെ കൂടും. പുതിയ സബ്ജക്റ്റ് പഠിക്കാൻ നിങ്ങൾക്ക് എന്തായാലും കഴിയും. റിവിഷൻ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഫെബ്രുവരി മാസത്തിൽ നിങ്ങൾ ഒരു കാര്യം തപ്പുന്നത് നിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഡയറക്ഷൻ സ്വയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. മകീര നക്ഷത്രക്കാരൻ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടവരല്ല. നിങ്ങൾ എക്സ്പ്ലോറിംഗ് ആണ്. പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും.